അപ്പൊ കൊച്ചിന്റെ പേര് കുണ്ടിയിൽ എഴുതണം, വണ്ടിയിൽ എഴുതണോ? സാനിസോടാ, എനിക്ക് ചെറിയൊരു ഓർമ്മശിത്ര പ്രശ്നമുണ്ട്. ഇതെന്താ പറ്റി? വടി പിടിക്കാൻ എന്നോട് നിൽക്കുന്ന താക്കോൽ എടുക്കാൻ മറന്നുപോയോ? അല്ല, പണി അറിയാവുന്ന പണിക്കാരൻ വന്നില്ലടാ. ചേട്ടാ, ഈ കാബരയ്ക്കുമ്പോ ഫോൺ എടുക്കുന്നില്ല, ഇവിടെ എവിടെ പോയി കിടക്കുവത്? എത്ര നേരം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുക, ഇങ്ങോട്ട് വന്ന് കട തുറന്നേ വാ. ഈയോടാ ഫോൺ വിളിച്ചിരുന്ന് ലേറ്റ് ആയി പോയിട്ടോ, സോറി കേട്ടോ, എന്നോട് ക്ഷമിക്കാട്ടോ. കട തുറക്കും മോനെ. അല്ല ചേട്ടാ, ഇവിടെ സ്റ്റിക്കർ പണിക്ക് സഹായത്തിന് ആളെ വേണമെന്ന് പറഞ്ഞായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ പണി അറിയുന്നൊരു പണിക്കാരുണ്ട്, നീ അവരെ സഹായിട്ട് അങ്ങ് നിന്നോ. അഡ്വാൻസ് പൈസ വേണമായിരുന്നു, 2000 രൂപ. പൈസ 2000 രൂപ. 2000. ശരി മുതലാളി. മച്ചാനെ, ഞാനൊരു വണ്ടി എടുത്തായിരുന്നു. അത് മാത്രല്ല, കൊച്ചിന്റെ 28 കേട്ടാ. അപ്പൊ രണ്ടും കൂടി ഇന്നാ വന്നേക്കുന്നത്. കൊച്ചിന്റെ പേരടിക്കണം, പാർക്കുട്ടി. അത് അടിപൊളി അടിച്ചോ. ഓക്കെ എന്നാ. ഓർമ്മശക്തി ഇല്ലാത്തോണ്ട് ഇതുപോലെ എന്തെന്ന് എഴുതി വെക്കുന്നുണ്ട്. ആരും എന്നെ പറ്റിക്കുന്നില്ല. ഇന്ന് മേടിച്ച 2000. ഇത് കുറച്ചിട്ട് വേണം അവന് വൈകിട്ട് ശമ്പളം കൊടുക്കാൻ. കയ്യശ്ശിന് വലിയ പ്രശ്നമുള്ളത് വെട്ടിട്ടേക്കാം, അതാകുമ്പോ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ അഡ്വാൻസ് ഒന്നും ഇല്ല. എന്റെ അണ്ണ ഒന്ന് പെട്ടെന്ന് തീർക്കണ്ട, ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുക. അണ്ണൻ ചുമ്മാരാണ്, ഇവിടെ പണി ചെയ്യുന്നുണ്ടല്ലേ. അല്ല, നീ എന്താ നിൽക്കുവോ? സഹായിക്കാൻ ഒന്ന് സഹായിക്കടാ അങ്ങോട്ട്. പഠിക്കുമല്ലേ? ഓ, ഈ സാമാനം ഒട്ടൊന്നും ഇല്ലല്ലോ. മഴ ആയതുകൊണ്ടായിരിക്കും. ഈശ്വരാ, ഇത് ഇളകിപ്പോയല്ലോ, മൊത്തത്തിൽ കുളമായി. വേറെ എടുത്തോണ്ട് വരാം, അതായിരിക്കും നല്ലത്. ഒട്ടിച്ചു കഴിഞ്ഞില്ലേ? ഇങ്ങനെ എന്തോ കാണിച്ചു വെച്ചേക്കുക. ലെറ്റർ എല്ലാം വേറെ വേറെ കിടക്കുക. ചുമ്മാ അല്ലേ ഇവിടെ പണി കിട്ടാത്തത്. എന്നെ പോലുള്ളവർ ഇവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കാര്യം ശരിയാകത്തില്ലേ? ഫോൺ വിളിക്കാനാണ്ട് പോയേക്കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തമില്ല. മുതലാളിയോട് പറയണം. അപ്പൊ ഞാനില്ലായിരുന്നെങ്കിൽ ഒരു വർക്ക് പോയാൻ നമ്മളോട് ആ കളി. സൂപ്പർ, പൊളിച്ച്. 28 കെട്ടിന് കൊച്ചിന്റെ പേരും കൊണ്ട് വണ്ടി ചെല്ലുന്നു, പുള്ളി അങ്ങ് ഷോ ആവുന്നു. ഓ, എനിക്ക് വയ്യ അണ്ണോ. ഒട്ടിച്ചോടാ. പിന്നെ ഒട്ടിക്കാതെ. കൊച്ചിന്റെ പേര് പറയുമ്പോഴേ വെറ്റിലേം കൊണ്ടേ വണ്ടിയുടെ ഫ്രണ്ടിലോട്ടാ വരുന്നത്. എന്നിട്ട് ഒരു സർപ്രൈസ് പോലെ ഞാൻ അങ്ങ് കാണിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാണ്ണ. പിന്നെ പ്രധാനൊക്കെ കൊണ്ടുവരണേ. പിന്നല്ലാതെ പൈസ ഉണ്ടല്ലോ, ഗൂഗിൾ പേ ചെയ്തേക്കാം. അതുകൊണ്ട് പറഞ്ഞേക്ക്. അണ്ണം പോണം. അണ്ണൻ കുഴപ്പമാണോ? ഇത് വാക്ക് ഒട്ടിക്കാനേ. അണ്ണ എന്താണ് ഒരു ഉത്തരവാദിത്തം അല്ലാത്ത? ഞാൻ സാധനം എല്ലാം സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. നീ ഒട്ടിച്ചോ? പിന്നെ സെറ്റ് ആക്കി കൊടുക്കുന്നു. പൈസയോ? അത് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അണ്ണ അവിടെ അമ്മാവ, എന്റെ കുഞ്ഞിന്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുത്തത് കപ്പ. അമ്മാവ, ഈ കപ്പിന്റെ പുറകെ ചെറിയൊരു പോറല്, അതൊന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാ. അതിനെന്താ? എടാ മോനെ, ഇങ്ങ് വന്നേ. എന്തോ സാധനം? എടാ മോനെ, ഇതുകൊണ്ട് ഇത് ഒട്ടിച്ചിട്ട് വാ. പോ. ആ കപ്പന്റെ ജീവന് തുല്യവാ. അത് പേടിക്കണ്ട, അവനിപ്പോ അതൊക്കെ ശരിയാക്കി തരുമോ? ആശാനെ പറഞ്ഞാൽ അത് പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിക്കാൻ പറഞ്ഞപ്പോ പൊട്ടിച്ചോടാ തെണ്ടി. നാടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ടുകയറാണ്. എന്തോ കാണിക്കൂടാ? ജ്യൂസോ? പറ്റിക്കണ്ട. റൂട്ടിയുടെ കുപ്പിക്കകത്ത് ആപ്പിൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാല് ഞാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചോ? കളർ കണ്ട് ഞാൻ പിടിക്കും കേട്ടാ. എടാ പൊട്ട, ഇത് പെട്രോൾ ആടാ. എടാ, നീ അങ്ങനെ വണ്ടിയിലല്ലേ ഒട്ടിച്ചു കൊടുത്തേ? അല്ല, അത് നെറ്റിയിലാന്നോ? അണ്ണ അതിന് കാറ്റ് തങ്ങണം പറഞ്ഞു പോയാണ്.
മലയാളി കൊണ്ട് അവിടെ അങ്ങോട്ട് വെക്കോ. എടാ ഞാൻ പാറക്കുട്ടി എന്നാന്നല്ലോ അടിച്ചത്, അതെങ്ങനെ ഇങ്ങനായി? അണ്ണാ പായുടെ അവിടെ ഗ്യാപ്പ് കണ്ടപ്പോ ഞാൻ പാ അങ്ങോട്ട് നീട്ടി വെച്ച അണ്ണാ. എടാ കാല ഭാര്യ ഡൈവേഴ്സ് മേടിച്ച് പോയി, കൊച്ചടിച്ച് നെറ്റിയിലൊട്ടിച്ച് തന്നിട്ടുണ്ട്. നോക്കടാ, 28 കെട്ടങ്ങനെ മുടങ്ങി. നമുക്കത് ഇവിടെ അങ്ങ് നടത്തിയാലോ? വേണ്ട. വേണം.